ഒരു വോട്ടിന്റെ ബലത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ LDF ഭരിക്കുന്നത്. തൃശൂർ മേയർ MK വർഗീസാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചെത്തിയ MK വർഗീസിനെ മേയറാക്കി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു LDF. പിന്നീട് MK വർഗീസിന്റെ പല ചെയ്തികളും LDFന് തലവേദനയായി മാറി. വർഷങ്ങൾക്ക് മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷൻ കേക്കുമായി MK വർഗീസിന്റെ വീട്ടിലെത്തിയതും ഇരുവരും ഒരുമിച്ച് കേക്ക് കഴിച്ചതും വലിയ വിവാദമായി മാറി. അന്ന് വർഗീസിനെതിരെ കടുത്ത അതൃപ്തിയുമായി CPI നേതാവ് VS സുനിൽകുമാർ രംഗത്തെത്തി. അദ്ദേഹം അന്നൊരു വാക്ക് പറഞ്ഞു: നാളെ തൃശൂർ മേയർ BJPയുടെ ആരാകുമെന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു സമീപനമാണ് മേയർ സ്വീകരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനുമായി കേക്ക് പങ്കിട്ടത് തെറ്റാണ്. VS സുനിൽകുമാർ വളരെ മുൻകൂട്ടി തന്നെ അക്കാര്യം പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ മേയർ സുരേന്ദ്രനുമായി കേക്ക് പങ്കിട്ടത് CPMനെയും പ്രതിരോധത്തിലാക്കി മാറ്റി. പിന്നീട് മേയർ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് തന്റെ ഭാഗം വിശദീകരിച്ചെങ്കിലും വീണ്ടും MK വർഗീസ് BJP ചായ്വ് കാണിച്ചു തുടങ്ങി. 5 മാസം മുമ്പ് അയ്യന്തോളിൽ നടന്ന തൃശൂർ കോർപ്പറേഷൻ പരിപാടിക്കിടെ നമ്മുടെ സുരേഷ് ഗോപി മന്ത്രിയായ സുരേഷ് ഗോപിയും മേയറും പരസ്പരം പുകഴ്ത്തി. തൃശൂർ കോർപ്പറേഷന്റെ വെൽനസ് സെന്റർ ഉദ്ഘാടനത്തിലാണ് ഇരുവരും പരസ്പരം സോപ്പ് പതപ്പിച്ചത്. ഇതോടുകൂടി MK വർഗീസിന്റെ പോക്ക് എങ്ങോട്ട് എന്നതിനെ കുറിച്ചുള്ള ആശങ്ക തൃശ്ശൂരിലെ പൊതുമണ്ഡലത്തിൽ നിലനിന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വാർത്ത MK വർഗീസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയാകും എന്നാണ്. അതിൽ മറ്റൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. തൃശ്ശൂരിൽ മത്സരിക്കാൻ അരയും തലയും മുറുക്കി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പത്മജ വേണുഗോപാലിന് തൃശ്ശൂരിൽ സീറ്റില്ല എന്ന സൂചന ശക്തമായി കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ മനസ്സിൽ നമ്മുടെ ഇപ്പോഴത്തെ തൃശ്ശൂർ മേയർ MK വർഗീസാണ്. സുരേഷ് ഗോപി പറയുന്ന സ്ഥാനാർത്ഥിയെ മാത്രമേ തൃശ്ശൂരിൽ നിർത്തുകയുള്ളൂ. മാത്രമല്ല, ഈ പത്മജ വേണുഗോപാലിന് ഒരു ചുഴിക്കുറ്റമുണ്ട്. കോൺഗ്രസിന് വളരെ ജയസാധ്യതയുള്ള ഏതു മണ്ഡലത്തിൽ പോയി അവർ മത്സരിച്ചാലും അവിടെ അവർ പരാജയപ്പെടും, എതിർ സ്ഥാനാർത്ഥി ജയിച്ചു കയറും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ ജയിക്കുമെന്ന് വലിയൊരു സൂചനയുണ്ടായിരുന്നു. അതിനുവേണ്ടി പത്മജ വേണുഗോപാൽ തൃശൂർ തമ്പടിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഫലം വന്നപ്പോൾ ബാലചന്ദ്രൻ മാഷ് ജയിച്ചു കയറി. എന്തായാലും അതിനുശേഷമാണ് പത്മജ വേണുഗോപാൽ BJPയുടെ ലാവണത്തിലേക്ക് ചേക്കേറിയത്. ഇപ്പോൾ പത്മജ വേണുഗോപാലിന് സീറ്റില്ല. അതേസമയം MK വർഗീസ് പണ്ട് നമ്മുടെ CPI നേതാവ് VS സുനിൽകുമാർ പറഞ്ഞതുപോലെ BJPയുടെ ആരൊക്കെയോ ആകാൻ പോകുന്നു. തൃശ്ശൂരിൽ MK വർഗീസ് മത്സരിക്കുമെന്ന സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി ഇടതുപക്ഷത്തിന് കനത്ത ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് MK വർഗീസിനെ കൂടെ കൂട്ടിയത്. പിന്നീട് വർഗീസ് കാണിച്ചതെല്ലാം അല്പനിത്തിരി ഐശ്വര്യം കിട്ടുമ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ. പോലീസുകാർ തന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണമെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു വർഗീസ്. ഇതൊക്കെയാണ് വർഗീസിനെ കോമാളിയാക്കി മാറ്റിയത്. എന്തായാലും പോലീസുകാർ വർഗീസിനെ കണ്ടപ്പോൾ സല്യൂട്ട് അടിച്ചില്ല. പിന്നീട് ഇപ്പോൾ BJPക്ക് സല്യൂട്ട് അടിക്കുകയാണ് MK വർഗീസ്. സുരേഷ് ഗോപിയുടെ വലിയൊരു വിജയത്തിനു പിന്നിൽ MK വർഗീസിന്റെ കറുത്ത കരങ്ങൾ ഉണ്ടെന്നാണ് ഇടതുപക്ഷം വിശ്വസിക്കുന്നത്. ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപി നന്നായി നേടി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. VS സുനിൽകുമാർ ജയിക്കുമെന്നായിരുന്നു പൊളിറ്റിക്സ് കേരള സർവേ അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടി. ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കണ്ടു കേരളം. എന്തായാലും അതിനു പിന്നിൽ MK വർഗീസ് നന്നായി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് CPM ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു.
ഇനി എം കെ വർഗീസിനെ മേയറൊന്നും ആക്കില്ല. CPM-ന് അത് വേണ്ട, LDF-ന് അയാളെ വേണ്ട. കാരണം അത്രയേറെ തലവേദന ഇയാള് സൃഷ്ടിച്ചു കഴിഞ്ഞു. നിരന്തരം തലവേദന. സുരേഷ് ഗോപിയുമായി ആത്മബന്ധം. BJP സംസ്ഥാന അധ്യക്ഷൻ കേക്ക് കൊടുത്തത് മുതൽ BJP-യിലേക്ക് ചാഞ്ചാടി തുടങ്ങിയതാണ് MK വർഗീസ്. ആ MK വർഗീസ് ആകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. ചുരുക്കത്തിൽ പത്മജ വേണുഗോപാൽ പെരുവഴിയിൽ ആയിരിക്കുകയാണ്. BJP വലിയൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്, വലിയൊരു രാഷ്ട്രീയ നീക്കം. ആ രാഷ്ട്രീയ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് സുരേഷ് ഗോപി തന്നെയാണ്. അയ്യന്തോളിൽ നടന്ന കോർപ്പറേഷന്റെ വെൽനസ് സെന്റർ ഉദ്ഘാടന പരിപാടിക്കിടെ സുരേഷ് ഗോപി പഞ്ച് ഡയലോഗുകൾ കൊണ്ടാണ് MK വർഗീസിനെ വിശേഷിപ്പിച്ചത്. പഞ്ച് ഡയലോഗുകൾ പറയാൻ സുരേഷ് ഗോപിക്ക് കഴിവുണ്ട്. പഞ്ച് ഡയലോഗുകളാണ് അദ്ദേഹത്തെ സിനിമയിലും സൂപ്പർ താരമാക്കി മാറ്റിയത്. പഞ്ച് ഡയലോഗുകൾ പറഞ്ഞ് കാണികളുടെ കൈയടിയൊക്കെ വാങ്ങി സുരേഷ് ഗോപി വിലസി നിന്നു ആ പരിപാടിയിൽ. MK വർഗീസും സുരേഷ് ഗോപിയെ പുകഴ്ത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി. ഇപ്പോഴിതാ BJP-യിലേക്ക് MK വർഗീസ് പോകുന്നു എന്ന സൂചന ശക്തമായിരിക്കുന്നു. VS സുനിൽകുമാർ അന്ന് പറഞ്ഞത് ശരിയായി മാറിയിരിക്കുന്നു. നാളെ മേയർ BJP-യുടെ ആരാണെന്ന് പറയാനാവില്ല എന്ന സുനിൽകുമാറിന്റെ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ കൈവരുന്നു. തൃശൂർ മേയർ MK വർഗീസിന്റെ കുതന്ത്രമാണ് BJP-യെ വിജയിപ്പിച്ചതെന്ന് VS സുനിൽകുമാർ ആരോപിച്ചിരുന്നു. CPM-ഉം ഈ ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയിരുന്നു. VS സുനിൽകുമാർ വെറുതെ ആരോപണം ഉന്നയിക്കുന്ന നേതാവല്ല. VS സുനിൽകുമാർ ആരോപണം ഉന്നയിച്ചാൽ അത് കറക്റ്റായിരിക്കും. കാരണം അദ്ദേഹത്തിന് അത്രയ്ക്കുണ്ട് രാഷ്ട്രീയ ബോധം. എന്തായാലും തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി MK വർഗീസിനെ മേയറാക്കിയ CPM-ന്റെ തന്ത്രം പിഴച്ചിരിക്കുന്നു. 2.5 വർഷത്തേക്കാണ് MK വർഗീസിനെ മേയറാക്കിയതെങ്കിലും അദ്ദേഹം മേയർ കസേരയിൽ നിന്ന് മാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുമായുള്ള ബന്ധം കൂടിയാകുമ്പോൾ MK വർഗീസ് തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം പത്മജ വേണുഗോപാൽ എന്ത് ചെയ്യും എന്ന ചോദ്യവും നിലനിൽക്കുന്നു. പത്മജ വേണുഗോപാലിന് പെരുവഴിയമ്പലം ശരണം. പൊളിറ്റിക്സ് കേരള മുമ്പ് തന്നെ പറഞ്ഞിരുന്നു പത്മജ വേണുഗോപാൽ പെരുവഴിയിൽ ആകുമെന്ന്. ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു. അമ്മാത്ത് ഒട്ട് എത്തിയതുമില്ല പത്മജ വേണുഗോപാൽ. ഇത് പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ പരാജയമാണ്. പത്മജയെ ഗവർണറാക്കാന്നൊക്കെ ഒക്കെയാണ് പറഞ്ഞത് BJP. ഗവർണറും ആക്കിയില്ല, ആഗ്രഹിച്ച തൃശ്ശൂർ സീറ്റും ലഭിക്കുന്നില്ല. MK വർഗീസ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായാൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും ആ സീറ്റ് വിജയിക്കാൻ കഴിയുമെന്നും BJP കരുതുന്നു. തൃശ്ശൂർ BJP-യെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. തൃശ്ശൂര്, നേമം, പാലക്കാട്, കഴക്കൂട്ടം ഇതൊക്കെ BJP വിജയസാധ്യതയുള്ള മണ്ഡലമായി കണക്കാക്കുന്നു. പ്രത്യേകിച്ചും തൃശ്ശൂർ. സുരേഷ് ഗോപിയുടെ കഴിവിൽ, സുരേഷ് ഗോപിയുടെ സ്വാധീനത്തിൽ തൃശ്ശൂർ മണ്ഡലം MK വർഗീസിലൂടെ പിടിച്ചെടുക്കാമെന്നും തൃശ്ശൂർ മണ്ഡലത്തിൽ MK വർഗീസിലൂടെ കാവിക്കൊടി പറത്താമെന്ന് BJP കരുതുന്നു. എന്തായാലും MK വർഗീസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു.